Did you wait too long? Tell him that you love him, but he's already gone, darling. Did you make two wrongs? Know that daddy never made a right before, darling. You never made. സെന്റ് ചാന്താൽ സ്കൂളിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള ഞാനേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന സിസ്റ്റർ ലിസ തെരേസ സിസ്റ്റർ, പ്രിൻസിപ്പൽ മാം എന്ന് വന്നിട്ടില്ല, സിസ്റ്ററില്ല, പ്രിൻസിപ്പൽ മാം ആഗ്നസ് സിസ്റ്റർ, ലീന സിസ്റ്റർ, പ്രിയപ്പെട്ട മറ്റ് വൈസ് പ്രിൻസിപ്പൽ, മറ്റ് ടീച്ചർമാർ, പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ എൻ്റെ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ. അപ്പോൾ ആ കുട്ടികൾ ഇവിടെയാണ് പഠിച്ചത്. അതിലൊരാളാണ് നേരത്തെ പറഞ്ഞ അനന്യചന്ദ്ര ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരിവിടെ പഠിക്കുമ്പോൾ ഞാൻ ഒരു വർഷം PTA പ്രസിഡൻറ്റുമായിരുന്നു. അപ്പോൾ സ്കൂളുമായി വലിയ ഒരു ഹൃദയബന്ധം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. ഇന്ന് നിരവധി സ്ഥലങ്ങളിൽ നിരവധി പ്രോഗ്രാമുകളുണ്ട്. ഞാനിന്ന് കേരള കൗമുദി പത്രത്തിലും ദീപിക പത്രത്തിലും, നിങ്ങളത് ഓൺലൈനിലും കിട്ടുന്നതാണ്, മേടിക്കാനും കിട്ടുന്നതാണ്, ഓൺലൈനിലും പത്രം അവൈലബിളാണ്. രണ്ട് പത്രത്തിലും 2 ലേഖനങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളത് വായിക്കണം. എന്തായാലും ഇത്രയും മനോഹരമായ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ, അല്ലെങ്കിൽ സ്കൂൾ മാനേജരെയും അതുപോലെ പ്രിൻസിപ്പൽ മാമിനെയും ഇത് കോർഡിനേറ്റ് ചെയ്ത ടീച്ചർമാരെയും എല്ലാവരെയും ആദ്യമേ തന്നെ അഭിനന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ മനോഹരമായ രീതിയിൽ പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. ഞാൻ രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം പഴവങ്ങാടി ഭാഗത്തുകൂടെയൊക്കെ പോകുന്ന, ഈസ്റ്റ് റോഡിൽ കൂടെ പോകുന്ന പാർവതി പുത്തനാറിൻ്റെയും ആമഞ്ഞഞ്ചാൽ റോഡിൻ്റെയും ഒരു നവീകരണ പ്രവർത്തനമായി കേരള യൂണിവേഴ്സിറ്റി VCയും അതുപോലെ മേയറൊക്കെ പങ്കെടുത്ത, കുറേ അധികം VIPകൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഇന്ന് വൈകുന്നേരവും വേറെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മഹത്വം പറഞ്ഞതല്ല, ഈ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജനകോടികൾ, ജനലക്ഷങ്ങൾ സ്കൂളുകളിൽ, കോളേജുകളിൽ, കലാലയങ്ങളിൽ, അതുപോലെ പൊതു ഇടങ്ങളിലൊക്കെ വലിയ തോതിലാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. നമ്മളിന്ന് സംസാരിക്കുമ്പോൾ തന്നെ, ഞാൻ സംസാരിക്കുമ്പോൾ ശരിക്കും ശക്തമായ മഴ വരേണ്ട ദിവസങ്ങളിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലത്തെ സ്കൂളിലല്ല പഠിച്ചത്, സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ അതിൻ്റേതായ എല്ലാ പരിമിതിയും അന്നുണ്ട്, ഇന്നില്ല. ഇന്നെല്ലാ സർക്കാർ സ്കൂളൊക്കെ വളരെ ബെറ്ററാണ്, സ്മാർട്ടാണ്. അന്ന് വളരെ പരിമിതം, ഓല കൊണ്ടുള്ള കെട്ടിടമാണ്, വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. അന്ന് ഞങ്ങൾ കൃത്യമായി മഴ നനഞ്ഞല്ലാതെ സ്കൂളിൽ പോകാൻ കഴിയില്ല. എല്ലാ ദിവസവും മഴയാണ്. ജൂൺ തുടങ്ങിയാൽ എല്ലാ ദിവസവും മഴയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു. വർഷമേഘങ്ങൾ അതായത് കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടഞ്ഞാണ് മഴ പെയ്യുന്നത്, നമുക്കറിയാം. വർഷമേഘങ്ങൾ തന്നെ ഉടലുടഞ്ഞ് ഭൂമിതൻ ദാഹമകറ്റാൻ പുണ്യമായി എത്തുന്ന പ്രകൃതിയുടെ വരദാനമായ മഴ മാറിക്കളിക്കുകയാണ്. മഴ മാറുന്നത് വലിയൊരു പ്രതിസന്ധിയായി ലോകത്ത് വരുമ്പോൾ ഇപ്പുറത്ത് വരൾച്ച വലിയൊരു പ്രശ്നമാണ്. നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വലിയ ചൂട് അനുഭവിച്ചവരാണ്. ഇത്രയും വലിയ മഴ വരുന്ന ഈ നാട്ടിൽ ഒരു 5 നിമിഷം ഈ തുറന്ന ഓഡിറ്റോറിയത്തിൽ തന്നെ, ഇത് തുറന്ന ഓഡിറ്റോറിയമാണ്, സൈഡൊന്നും അടച്ചിട്ടില്ല, എന്നാൽ പോലും ഒന്ന് കറണ്ട് പോയാൽ, ഫാനൊന്ന് ഓഫ് ചെയ്തായി പോയാൽ നമ്മൾ വിയർക്കും. അങ്ങനെ വല്ലാത്തൊരു ഭൂമിശാസ്ത്രമായി, വല്ലാത്തൊരു കാലാവസ്ഥയായി മനുഷ്യൻ്റെ ജീവിതം മാറുകയാണ്. പെട്ടെന്ന് മഴ വരുന്നു, മഴ വരുമ്പോൾ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, വെള്ളക്കെട്ടുണ്ടാകുന്നു, പ്രളയമുണ്ടാകുന്നു, മലകളിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു. വലിയ പ്രതിസന്ധിയാണ് മഴ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് മഴ മലയാളിക്ക് പേടിയാണ്. വലിയ മഴ പെയ്യുമ്പോൾ സങ്കടമാണ്, പേടിയാണ്. അത് മഴയില്ലെങ്കിലോ വെള്ളമില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കും. അങ്ങനെ മഴ ഒരു പ്രധാന കക്ഷിയായി നിൽക്കുന്നു. ഞാൻ ഒരുപാട് ദിവസമായി സംസാരിക്കുന്നില്ല, പിന്നെ വേറെ ഒത്തിരി ആളുകൾ സംസാരിക്കാനുമില്ല. അതുകൊണ്ട് തന്നെ 1-2 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ നായകൻ ആരാണ്? എന്നോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഹു ഈസ് ദ ഹീറോ ഓഫ് ദ യൂണിവേഴ്സ്? ആരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നായകൻ? നമ്മളറിയാമല്ലോ, സിനിമയ്ക്കാകുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ നായകന്മാരുണ്ടല്ലോ, പ്രധാന ക്യാരക്ടർ. അപ്പോൾ ഈ ഭൂമിയെ ഇങ്ങനെ കറക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഭൂമിയെ കൊണ്ടു നടക്കുന്ന പ്രധാന ക്യാരക്ടർ ആരാണ്? ഹു ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദിസ് ഓൾ ഷോ? ഇവിടെ പാടിയപ്പോൾ പറഞ്ഞു അഖിലാണ്ടമണ്ഡലം, ദാറ്റ് ഈസ് ദ ഗ്ലോബിനെ കുറിച്ച് പറഞ്ഞു, പരമാണു എന്ന് പറഞ്ഞു,
സൂക്ഷ്മത്തെക്കുറിച്ചും പറഞ്ഞു, സ്ഥൂലത്തെക്കുറിച്ച് പറഞ്ഞു, സൂക്ഷ്മത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആകാശഗംഗയിലെ ഈ പ്രപഞ്ച കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ വാസമുള്ള ഈ ഭൂമിയെ നയിക്കുന്നതാരാണ്? ഈ ഭൂമി ഇങ്ങനെയൊക്കെ പോണമെന്ന് പറയുന്ന നായകൻ ആരാണ്? ആരാണ് നായകൻ? പ്ലീസ് ടെൽ മീ. ഹു ഈസ് ദ ഹീറോ ഓഫ് ദ എർത്ത് ഓർ ദ യൂണിവേഴ്സ്? ആരാണ്? ഒരാൾ പറഞ്ഞാൽ എനിക്ക് എല്ലാവരും കൂടെ പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല, വോയിസ് മാത്രമേ. ഗോഡോ? നോ. ഗോഡിനെ മാറ്റി വയ്ക്കുക. ഞാൻ ഗോഡല്ല, നമുക്ക് ഫീൽ ചെയ്യുന്ന ആളുകളെ പറയും. ഗോഡ് ആൺമൈറ്റി, അത് വേറെ തലത്തിലുണ്ട്. ആരാണ്? യെസ്, ഞാൻ പറയാം. വളരെ ഞാൻ വലിയ ആഡിയൻസ് ആയതുകൊണ്ട് നിങ്ങൾ വേറുണ്ടാക്കില്ല. അതായത് സൂര്യനാണ് നായകൻ. സൺ ഈസ് ദ ഹീറോ. സൂര്യനില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു കാര്യവും ചലിക്കില്ല. സൂര്യനിൽ നിന്ന് വരുന്ന ചൂട്, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം, അത് ഭൂമിയിലെത്തി തിരിച്ച് കടലിനെ ചൂടാക്കി, കരയെ ചൂടാക്കി, അത് തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ചു പോകാതെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഭൂമിക്ക് ചൂട് കൂടുന്നത്. നിങ്ങൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത് കൊണ്ടാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ പ്രധാന നായകൻ സൂര്യനാണ്. രണ്ടാമതാണ് ഇതിനകത്ത് ഹീറോയിൻസ് വരുന്നത്. ഹീറോ കഴിഞ്ഞാൽ പിന്നെ ഹീറോയിൻസ് ഉണ്ടല്ലോ. ഭൂമിയുണ്ട്, ചന്ദ്രനുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ ഇനി ഭൂമിയിലേക്ക് വന്നാൽ അത് സൂര്യൻ മുകളിൽ നിൽക്കുന്നതല്ലേ, പ്രപഞ്ചത്തിൻ്റെ അല്ലേ. ഇനി ഭൂമിയിലേക്ക് വന്നാൽ മൂന്നാളുകളാണ് പ്രധാന ക്യാരക്ടർ. ഓണം എന്തേ ചിങ്ങമാസത്തിൽ വന്നത്? കുട്ടികളൊന്നും ആലോചിക്കണം. നമുക്ക് കുറച്ച് പരിസ്ഥിതി വേറെ തരത്തിൽ ചിന്തിച്ച് വയ്ക്കാൻ നല്ല രസമാണ്. ഓണം എന്താ ചിങ്ങമാസത്തിൽ വന്നത്? ഇപ്പോൾ ഓണം വരാൻ പോവല്ലേ, കന്നിയിലല്ല, കർക്കിടകത്തിലല്ല. ചിങ്ങമാസത്തിൽ ഓണം വരാൻ കാര്യം എന്താ? ഒന്ന് ആലോചിക്കൂ പ്ലീസ്. ചിങ്ങമാസം ഓണം വരാൻ കാരണം അറിയാവോ? അറിയാവുന്ന കൈ ഉയർത്താൻ ഞാൻ ഇത് തരാം, ചാൻസ് തരാം. ആരെങ്കിലും അറിയാവോ? അറിഞ്ഞൂടെങ്കിൽ ഞാൻ വേറൊരു കുഴപ്പം കൂടെ കാണിക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനെ ചില കുഴപ്പങ്ങളും കൂടെ ഒരു വ്യക്തിയാണ്. കോൺസിക്വൻസ് നോക്കാതെ കുഴപ്പം കാണിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പിന്നീട് മേഡത്തിനോടൊക്കെ സിസ്റ്ററിനോടൊക്കെ ഇത് പറയും ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ചിങ്ങമാസത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് ഓണം? വിളവെടുപ്പിന്റെ, കൊയ്ത്തിന്റെ ഉത്സവമായിട്ടാണ്. മലയാളം എന്ന വാക്കെങ്ങനെ ഉണ്ടായി? മലയാളം രണ്ട് വാക്കല്ലേ, മലയാളം. എന്താ അതിൻ്റെ അർത്ഥം? മലയാളം മലകളുടെയും താഴ്വരകളുടെയും നാട് മലയാളം. അവിടെ വസിക്കുന്നവർ മലയാളികൾ. അവരുടെ ഭാഷ 5 നദികളുടെ നാട് മലയാളം അല്ല. അപ്പൊ ഞാൻ ഇവിടുത്തെ ജോഗ്രഫി ടീച്ചറെ പിടിക്കും. 5 നദികളുടെ നാട് പഞ്ചാബ്. അവിടെ വസിക്കുന്നവർ പഞ്ചാബികൾ. അവരുടെ ഭാഷ പഞ്ചാബി. ഭാഷ വന്നത്, ആചാരം വന്നത്, അനുഷ്ഠാനം വന്നത്, കല വന്നത്, നമുക്ക് അരിയുടെ ആഹാരം കിട്ടുന്നത്, ഗോതമ്പ് കുറച്ച് കിട്ടുന്നത്, പഞ്ചാബിലൊക്കെ ഉള്ളവർക്ക് ഗോതമ്പ് കൂടുതൽ കിട്ടുന്നത്, നമുക്ക് ആപ്പിൾ കൂടുതൽ വാങ്ങി കഴിക്കാൻ കഴിയാത്തത്. ഷിംലയിലൊക്കെ പോയാൽ ആപ്പിൾ ധാരാളം കഴിക്കാൻ പറ്റുന്നത്, കാശ്മീരിലൊക്കെ പോയാൽ, മൂന്നാറിൽ പോയാൽ തണുപ്പുള്ളത്, നമുക്ക് തണുപ്പ് കുറവുള്ളത്, ഇവിടെ ചൂട് വരുന്നത്, എല്ലാം തീരുമാനിക്കുന്നത് മണ്ണും വെള്ളവും, ബയോമാസ്, വാട്ടർ, ലാൻഡ്, വാട്ടർ ആൻഡ് ബയോമാസ്. മണ്ണും വെള്ളവും ജൈവസമ്പത്തുമാണ്. ഇതിന് വലിയ കുഴപ്പം വന്നിരിക്കുന്നു. ഇതാണ് ഈ വർഷത്തെ പ്രശ്നം. ഈ വർഷത്തെ ഏറ്റവും വലിയ, നിങ്ങളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ ക്ലൈമാറ്റ് ചേഞ്ച് ആണ് ഈ വർഷത്തെ ഇഷ്യൂ. 800 കോടി ആളുകളുണ്ട് ഈ ഭൂമിയിൽ. നിങ്ങളും ഞാനും ഉൾപ്പെടെ 800 കോടിയാണ് ആളുകൾ. അത്രയും പേർക്ക് സ്വപ്നം കാണാനുള്ള ഭൂമിയില്ല. ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ. 1927 100 കോടിയായിരുന്നു, ഇപ്പോൾ 800 കോടിയായി. 2050 ദാറ്റ് മീൻസ് ഒരു 10-15 വർഷം കഴിയുമ്പോൾ 1100 കോടി ജനങ്ങളാകും. ഞാൻ സംസാരിക്കുമ്പോൾ, നിങ്ങളിത് കേൾക്കുമ്പോൾ 200 കോടി ആളുകൾ, 200 crore സ്റ്റുഡൻസ് ഓർ പീപ്പിൾ ലോകത്ത് കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഞാനുമൊക്കെ. നമുക്ക് നല്ല ഡ്രസ്സുണ്ട്, നല്ല സ്കൂളുണ്ട്, നല്ല ടീച്ചർമാരുണ്ട്, നല്ല ക്യാമ്പസ് ഉണ്ട്, നല്ല ഫുഡ് കഴിക്കുന്നു, നല്ല ബാഗുണ്ട്, നല്ല വണ്ടിയുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സൗകര്യങ്ങളില്ലാത്ത 200 crore പീപ്പിൾ, സ്റ്റുഡൻസ് ആണ് ലോകത്തുള്ളത്. അറിയാവോ? സാനിറ്ററി ഫെസിലിറ്റി ഇല്ലാത്ത 300 crore ഉണ്ട്. വലിയ പ്രതിസന്ധിയാണ് ഭൂമിക്ക്. ഭൂമിക്ക് ചൂട് കൂടുന്നു. മദർ എർത്ത് എന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് ചൂട് കൂടുകയാണ്. മക്കൾ, അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന മക്കൾ ഒരു പരിധിക്കപ്പുറം കുടിക്കാൻ തുടങ്ങിയാൽ അമ്മയ്ക്ക് വേദനിക്കും.
പിന്നെ പാലായിരിക്കില്ല അമ്മയിൽ വരുന്ന രക്തമായിരിക്കും. നിങ്ങൾ കടലിനെ നശിപ്പിച്ചു. നിങ്ങളെന്ന് പറഞ്ഞ കുട്ടികളെല്ലാം നിങ്ങളും ഞാനും കൂടെ കടലിനെ നശിപ്പിച്ചു. പിന്നെ നിങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല, ഞങ്ങളാണ് കൂടുതൽ നശിപ്പിച്ചത്. ടീച്ചർമാരും ഞങ്ങളാകുന്ന മുതിർന്നവരാണ് ഈ ഭൂമിയെ ഒരുപാട് നശിപ്പിച്ചത്. നിങ്ങൾ കുട്ടികളല്ലേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങളും ആ പാതയിൽ തന്നെയാണ് വരുന്നത്. കടലിൽ ഒരുപാട് പ്ലാസ്റ്റിക് പോയിരിക്കുന്നു. 2050 ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉള്ള ഒരു പ്രദേശമായി കടൽ മാറും. 50% ആവും. എത്രയാണോ മത്സ്യസമ്പത്തുള്ളത്, ഫിഷിംഗ് സമ്പത്തുള്ളത്, വെൽത്തുള്ളത്, അതുപോലെ പ്ലാസ്റ്റിക് വരുന്നു. കരയിൽ പ്ലാസ്റ്റിക് വരുന്നു. വലിയ പ്രശ്നമാണ്. അപ്പൊ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നമുക്കിത് മാറ്റാൻ കഴിയുക? നമ്മൾക്ക് കഴിയൂ മാറ്റാൻ. നമ്മൾ മാറ്റേണ്ടതാണ്. കാടുകളിൽ ജീവിച്ചിരുന്ന, വനങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ആകപ്പാടെ വെള്ളം കുടിക്കാനും കായ്കനികൾ കഴിക്കാനും മാത്രം അവസരമുണ്ടായിരുന്ന മനുഷ്യർ അവിടെ നിന്ന് സഞ്ചരിച്ച് പുറത്തേക്ക് വന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി സഞ്ചാരിയായപ്പോൾ പരിസ്ഥിതിയെ പഠിക്കാൻ തുടങ്ങി, ക്ലൈമറ്റിനെ പഠിക്കാൻ തുടങ്ങി. ഓടിപ്പോയ വെള്ളത്തെ തടഞ്ഞു നിർത്തി തിരിച്ചുവിട്ട് കൃഷിക്ക് ഉപയോഗിച്ചു. കുറച്ചുകൂടി ഹൈറ്റിൽ നിന്ന് താഴേക്ക് പോയപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി, പവർ ജനറേറ്റ് ചെയ്തു. അങ്ങനെ കാടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാടൊക്കെ ഒരുപാട് നശിപ്പിച്ച് അവസാനം നാടുണ്ടാക്കി, നഗരമുണ്ടാക്കി, നദീതീരങ്ങളിലെത്തി. യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഹൊയാംഗോ, സിന്ധു, ഗംഗ, കാവേരി, തിരുവനന്തപുരത്ത് വരുമ്പോൾ കരമന, കിള്ളിയാർ തുടങ്ങിയ മുഴുവൻ നദികളുടെയും തീരങ്ങളിൽ മനുഷ്യവാസം ആരംഭിച്ചു. മനുഷ്യന്റെ സംസ്കാരങ്ങൾ നദീതീരങ്ങളിൽ ഉണ്ടായി. കൃഷി കണ്ടുപിടിച്ചു, തീ കണ്ടുപിടിച്ചു, കല്ലുകൾ കൂട്ടിയിടിച്ച് തീ കണ്ടുപിടിച്ചു, ആണവ റിയാക്ടർ കണ്ടുപിടിച്ചു. ഇതെല്ലാം കണ്ടുപിടിച്ചു വന്നപ്പോൾ തന്റെ ഒരുപാട് അവസാനം കണ്ടുപിടിച്ച് വന്നപ്പോൾ വിവരവിജ്ഞാന വിസ്ഫോടനമുണ്ടായി, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടായി, എക്സ്പ്ലോഷൻ ഉണ്ടായി, നോളജിന്റെ എക്സ്പ്ലോഷൻ ഉണ്ടായി. വലിയ പ്രതിസന്ധി വന്നു. അവന്റെ ബുദ്ധി എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി, മലയിടിക്കാൻ തുടങ്ങി. മല മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. മലമുകൾ ഒരു ഹില്ലിന്റെ മുകളിലാണ്. വല്ലാതെ നമ്മൾ പ്രകൃതിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. വിവരവിജ്ഞാന വിസ്ഫോടനത്തിന്റെ അനന്ത സാധ്യതകൾ നേടുന്ന മനുഷ്യർ തന്റെ കൈവിരത്തുമ്പോൾ കീബോർഡിൽ അമർത്തുമ്പോൾ ലോകത്തിലെ ഏത് വിജ്ഞാനവും വരുമെന്ന് അഹങ്കരിക്കുന്ന ഹേ മാനവ, ഹേ മനുഷ്യ, ഹേ കുട്ടികളെ, അങ്ങനെയെല്ലാം ഭൂമിക്ക് കിട്ടില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചർ ആരാ? ടീച്ചറിന്റെ പേരറിയാമോ? കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചർ വന്നിട്ടുണ്ടോ എന്ന് അറിയാം. നല്ല പേര് പറഞ്ഞാൽ മതി. ഇല്ല, കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചർ ഗ്ലാഡി ടീച്ചർ വന്നിട്ടുണ്ടോ? ടീച്ചറെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇരിക്കോ. ഞാൻ ടീച്ചറെ കാണാനല്ല, ഒരു ചോദ്യം ചോദിക്കാൻ. അതായത് ടീച്ചർ നമ്മൾ പഠിപ്പിക്കും, ചിലപ്പോൾ പഠിച്ചു കാണും, അല്ലെങ്കിൽ ഇനി പഠിപ്പിക്കും. വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും വെച്ചിട്ട് പോയി ഈക്വൽ ടു വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഗ്ലാഡി ടീച്ചറെ, നാളെ തൊട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബോട്ടിൽ വെള്ളം കൊണ്ടുവരുന്നില്ല, പകരം വാക്വമായിട്ടുള്ള ബോട്ടിൽ കൊണ്ടുവരാം. ഉച്ചയ്ക്ക് ഞങ്ങൾ ലാബിലോട്ട് വരാം. ടീച്ചർ 2 ഹൈഡ്രജനും 1 ഓക്സിജനും തരൂ, ഞങ്ങൾ വെള്ളമാക്കി കുടിച്ചോളാം. ഗ്ലാഡി ടീച്ചറല്ല, സാക്ഷാൽ ആര് വിചാരിച്ചാലും ഭൂമിയിൽ വെള്ളം സൃഷ്ടിക്കാനാകില്ല. അത് പ്രകൃതിക്ക് മാത്രമേ തരാൻ കഴിയൂ. പ്രകൃതിയുടെ തനതായ താളത്തിൽ ഒരുപാട് വസ്തുക്കളുടെ നിരവധി വർഷങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഭൂമിയിൽ വെള്ളം വരുന്നത്. 1000 വർഷം വേണം 1 ഇഞ്ച് കരത്തിൽ മണ്ണുണ്ടാകാൻ. നഷ്ടപ്പെടാൻ 4 വർഷം മതി. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 32,000 ഘനകിലോമീറ്റർ മഴവെള്ളത്തെ ഉൾക്കൊള്ളും. 10 സെന്റ് വയൽ 1,60,000 ലിറ്റർ മഴവെള്ളത്തെ ഉൾക്കൊള്ളും. കാടായ കാടൊക്കെ നീ വെട്ടിയിട്ട്, വയലായ വയലൊക്കെ നീ നികത്തിയിട്ട്, കാവുകൾ നശിപ്പിച്ച്, കുളങ്ങൾ നശിപ്പിച്ച്, എല്ലാം നീ നശിപ്പിച്ച് മലിനമാക്കിയിട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നു. ചൂടുണ്ടെന്ന് പറയുന്നു, രോഗങ്ങൾ വരുന്നു. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, നിപ്പ, എത്ര അസുഖങ്ങളാണ്, പനികളാണ് കുഞ്ഞുങ്ങൾക്കും നമുക്കൊക്കെ വരുന്നത്. ഇതിനെല്ലാം ഒരു അറുതി വരണ്ടേ? ഞാൻ ദീർഘമായി പോകുന്നില്ല. ആ ഭാഗമെല്ലാം കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായ ഒരു ഭൂമി വേണം. ഒരേ ഒരു ഭൂമിയോട് ഈ മദർ എർത്ത്, വേറെ ഭൂമിയില്ല. ഒരു സൂര്യൻ, ഒരു ഭൂമി, കുറെ വെള്ളം, കുറെ മഴ, കുറച്ച് കാറ്റ്, കുറച്ച് പ്രകാശം, ഇതെല്ലാം കുറച്ചേ ഉള്ളൂ ഈ ഭൂമിയിൽ. അതുകൊണ്ട് അത് നമുക്ക് സംരക്ഷിക്കണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ഇന്ന് തന്നെ തയ്യാറാകണം. മാക്സിമം നിങ്ങൾ ഈ റിസോഴ്സിനെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വെള്ളം എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മൾ ധാരാളമായി ജീവിക്കുന്നതുകൊണ്ട് ഒരുപാട് അബദ്ധം പറ്റും. ഈ പറയുന്നത് എനിക്ക് തന്നെ അബദ്ധം പറ്റും. മോൾ ഇവിടെ ഇരിക്കുകയാണ്, നാളെ രാവിലെ പൈപ്പ് തുറക്കുമ്പോൾ മോൾ ചോദിക്കും, അച്ഛൻ ഇന്നലെ പോയി ക്ലാസ് എടുത്തതല്ലേ, അല്ലെങ്കിൽ സംസാരിച്ചതല്ലേ, ഇപ്പോൾ പൈപ്പ് തുറക്കുന്നില്ലെന്ന് ചോദിക്കും. അങ്ങനെ വരും. പക്ഷെ നമുക്കൊരു ശീലം മാറ്റം ആവശ്യമുണ്ട്.
ഭക്ഷണ കാര്യത്തിൽ, വേസ്റ്റ് വലിച്ചെറിയുന്ന കാര്യത്തിൽ ഈ ക്യാമ്പസിലൊന്നും ഒരു തുണ്ട് പേപ്പർ പോലും നിങ്ങൾ വലിച്ചെറിയരുത്. ഒരാൾ ഒരു മുട്ടായിയുടെ പേപ്പർ വലിച്ചെറിഞ്ഞാൽ 800 കോടി ആളുകൾ കൂടി വലിച്ചെറിഞ്ഞാൽ 800 കോടി റാപ്പറായി ഈ ഭൂമി സഹിക്കേണ്ടി വരിക. നിങ്ങൾ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ളവർ മാത്രം 6 കോടി ലിറ്റർ വെള്ളം അല്ലെ 7 കോടി ലിറ്റർ വെള്ളം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളം സേവ് ചെയ്യുന്നത് എങ്ങനെ? വാട്ടർ ഓഡിറ്റ് നിങ്ങൾ സ്കൂളിൽ നടത്തണം. നിങ്ങൾക്ക് നല്ല പാഠവും മറ്റ് ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ അവിടെ ഗ്രീൻ ക്ലബ്ബുകൾ, നല്ല പാഠം ഞാൻ മാത്രമല്ല, എനിക്കും നിങ്ങൾ നല്ല പാഠമുള്ളവരാണ്. നല്ല പാഠമുള്ള ക്ലബ്ബാണ് ഇല്ല പക്ഷെ പല ക്ലബ്ബുകളും ഉണ്ടാവാം. അപ്പോൾ പരിസ്ഥിതി ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വളരെ മനോഹരമായി വാട്ടർ ഓഡിറ്റ് ചെയ്യുക, ഊർജ്ജത്തിൻ്റെ ഓഡിറ്റ് ചെയ്യുക, സന്ധ്യയാകുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുക, 6 മണി മുതൽ 10 മണി വരെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുക, പരമാവധി പൊതു ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക, സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക, സൈക്കിളില്ല സ്കൂട്ടറും കാറും ഉണ്ടെങ്കിൽ സ്കൂട്ടർ ഉപയോഗിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുക. ഇനി ഇവിടെ എന്ത് പരിപാടി വന്നാലും ദയവായി നിങ്ങൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊടുക്കാതിരിക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ സ്കൂളിൽ പ്ലാസ്റ്റിക് കയറ്റിവിടാൻ തീരുമാനിക്കുക. ചെറിയ അല്ലാത്ത ബൗളിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ആ തരത്തിൽ എല്ലാ കാര്യത്തിലും നമുക്കൊരു ബോധം, നമ്മളുടെ ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഈ സകല ചരാചരങ്ങളിലും ഒരാൾ മാത്രമാണ് ഞാൻ. ആന 3 കിലോമീറ്റർ അപ്പുറത്ത് വെള്ളമുണ്ടെങ്കിൽ ആനയ്ക്കറിയാം വെള്ളത്തിന്റെ സ്മെല്ല് കിട്ടുമെന്നാണ് പറയുന്നത്. ആന ഒരിടത്ത് ചവിട്ടുമ്പോൾ ആനയ്ക്കറിയാം അതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവെങ്കിലും വെള്ളമുണ്ടെങ്കിൽ ആനയ്ക്ക് ആ നനവ് കിട്ടുമെന്നാണ് പറയുന്നത്. പൂവൻകോഴി കൂവുമ്പോൾ വലിയ ശബ്ദത്തിൽ കൂവുമ്പോഴും നമ്മൾ അടുത്തുനിന്ന് നമുക്ക് ശല്യം വരും, പക്ഷേ കോഴിക്കൊരു ശല്യം വരാറില്ല. എന്തെന്നാൽ കോഴി കൂവുമ്പോൾ അതിന് ചെവി ഒന്ന് അടയും. എത്ര മനോഹരമാണ് ഈ ഭൂമി. ഞാൻ ദീർഘമായി പറയുന്നില്ല, പിന്നൊരവസരമാകാം. ഇതൊരു സെലിബ്രേഷൻ കൂടിയല്ലേ. ഉറുമ്പ് തൻ്റെ ശരീരഭാരത്തേക്കാൾ 8 ഇരട്ടി ആഹാരം നിരവധി തവണ എടുത്തുകൊണ്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. എത്ര മനോഹരമാണ് ഈ ഭൂമി, എത്ര മനോഹരമാണ് ഈ കടൽ, എത്ര സുന്ദരമാണ് ഈ മലകൾ, എത്ര സുന്ദരമാണ് ഈ ചെടികൾ, കാവുകൾ, കുളങ്ങൾ, എല്ലാം എത്ര മനോഹരമാണ്. അവിടെ ജനിക്കാൻ പറ്റിയ നീ എത്ര ഭാഗ്യമുള്ളവരാണ്. വയലാർ പാടിയതുപോലെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് കേരളത്തിൽ വരണം. പക്ഷെ ഇന്ന് വയലാറുണ്ടെങ്കിൽ അങ്ങനെ പാടില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കേരളത്തിൽ വേണ്ട. എന്തുമാത്രം പുഴകളാണ് നമ്മൾ മലിനമാക്കുന്നത്, എന്തുമാത്രം സ്ഥലങ്ങളാണ് നമ്മൾ മലിനമാക്കുന്നത്, എത്ര കുന്നുകളാണ് നമ്മൾ ഇടിച്ചു കളയുന്നത്, എത്ര കാടാണ് നമ്മൾ നശിപ്പിക്കുന്നത്. ഇതിനെല്ലാം ഒരു അറുതി വരുത്തിക്കൊണ്ട് പരമാവധി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുക, മരത്തെ വെച്ചുപിടിപ്പിക്കുക, വീടിനെ ഗ്രീൻ ക്യാമ്പസ് ആക്കുക, ഗ്രീൻ ഹൗസ് ആക്കുക, സ്കൂളിനെ ഗ്രീൻ ക്യാമ്പസ് ആക്കുക, നമ്മുടെ പ്രദേശമാകെ വളരെ ശുദ്ധമായി സൂക്ഷിക്കുക. ഞാനീ പറഞ്ഞത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ ഹാബിറ്റിൽ ഒരു മാറ്റം വരുത്തുക. കുട്ടികൾ ഇപ്പം ലഹരിക്കെതിരെ, ലഹരി വലിയ വിഷയമാണ്. നമ്മൾ ഈ സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പ് ലഹരി പിടിച്ചിട്ടില്ല. പക്ഷേ ഒരു കൃത്രിമത്വം, 1-2 കുട്ടികൾ കാണിച്ച കൃത്രിമത്വം പിടിച്ച് ഞാൻ PTA പ്രസിഡന്റായിരുന്നു പിടിക്കുകയും നമ്മളത് വലിയ അവയർനെസ് ക്ലാസ് നടത്തുകയും ചെയ്തു എല്ലാ പേരൻസിനും വേണ്ടി. പക്ഷെ അത് പിന്നെ ഇല്ല. ആ കുട്ടികൾ തിരുത്തി. കൊച്ചുകുട്ടികളാണ്. കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയിൽ നിന്നാണ് 1.5 കിലോ കഞ്ചാവ് പിടിച്ചത്. കുട്ടിയുടെ കുറ്റമല്ല, ആ കുട്ടി നിരപരാധിയാണ്. അതിനെ കേരളാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനൊന്നും അടിമപ്പെടാതെ പ്രകൃതിയെ കൂടെ സ്നേഹിച്ച്, ഈ മഴയെ കണ്ട് മഴയെ സ്നേഹിച്ച്, മഴ നനയാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ടീച്ചർമാരൊന്ന് കണ്ടോണേ. എല്ലാവരും കൈകാഴ്ച വെച്ചേ. നിങ്ങൾ ഒരു ദിവസം മഴ നടത്തണം. മഴ നടത്തുന്നതിന് താല്പര്യമുള്ള എത്ര പേരുണ്ട്? പേര് മഴയത്ത് നടക്കുന്ന കാര്യമായി പറയണം, അല്ലാതെ വെയിലത്ത് നടക്കുന്ന കാര്യമില്ല. നോക്കൂ, കൈതാറ്റിട്ടെ. നിങ്ങളൊരു മഴ നടത്തമൊക്കെ നടത്തുകയെന്നേ. എത്ര മനോഹരമാണെന്നേ മഴ. എത്ര സംഗീതപരമായിട്ടാണ് മഴ പെയ്യുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പുഴകളും കാടുകളും കാവുകളും ഒക്കെ നമുക്ക് സംരക്ഷിക്കാം. നിങ്ങളുടെ ക്യാമ്പസൊക്കെ മനോഹരമാകട്ടെ, പ്ലാസ്റ്റിക് രഹിതമാകട്ടെ, പരമാവധി നിങ്ങളുടെ വീടുകളും അങ്ങനെ സംരക്ഷിക്കട്ടെ, മാലിന്യം സംസ്കരിക്കാൻ കഴിയട്ടെ. ഒരു ഹരിത ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകട്ടെ. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു സന്തോഷവും. പിന്നെ ടീച്ചർമാർ അങ്ങോട്ട് 1-2 ടീച്ചേഴ്സെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അച്ചടക്കം കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സ്വയം അച്ചടക്കത്തിലേക്ക് പോവുക. കാരണം നിങ്ങൾ 15 വയസ്സ് കഴിഞ്ഞാൽ, 16 വയസ്സ് കഴിഞ്ഞാൽ, 17 വയസ്സ് കഴിഞ്ഞാൽ
സർവതന്ത്ര സ്വതന്ത്ര ലോകത്തിലേക്ക് നിങ്ങളെ വലിച്ചെറിഞ്ഞാൽ, ഈ സ്കൂളിൽ നിന്ന് കോളേജിൽ നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഒരു മനുഷ്യൻ നിങ്ങളെ നിയന്ത്രിക്കാനില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണം ഓടാം. കുതിരയെ പോലെ ഓടാം, കഴുതയെ പോലെ ജീവിക്കാം, പശുവിനെ പോലെ ജീവിക്കാം, സിംഹത്തെ പോലെ ജീവിക്കാം, പുലിയെ പോലെ ജീവിക്കാം, പുപ്പുലിയെ പോലെ ജീവിക്കാം, ചെമ്മാടിയാകാം, തോന്നിവാസിയാകാം, കള്ളനാകാം, കൊള്ളക്കാരനാകാം, കൊള്ളക്കാരിയാകാം, കള്ളിയാകാം, എന്തുമാകാം. ആരുടെയും അച്ചടക്കമല്ല വേണ്ടത്. നമ്മൾ സ്വയം ഒരു അച്ചടക്കത്തിലേക്ക്, ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിനിലേക്ക് പോകുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല കുട്ടികളായി നിങ്ങൾ വളരട്ടെ. നല്ല നല്ല അറിവുകൾ നേടുന്ന, ഇത്തരം കാര്യങ്ങൾ കൂടി പഠിക്കുന്ന, പ്രകൃതിയെ നോക്കുന്ന, ചെടിയോട് സംസാരിക്കുന്ന. നിങ്ങൾ സംസാരിച്ച് നോക്കൂ, ചെടികൾ നിങ്ങളോട് തിരിച്ച് സംസാരിക്കും. കടലിനോട് സംസാരിക്കുക, മല കാണുക, കടൽ കാണുക, പുഴ കാണുക, എല്ലാം അങ്ങനെ പ്രകൃതിയെ കൂടി മനസ്സിലാക്കുന്ന നല്ല കുട്ടികളായി നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ. ഇത് മനോഹരമായ ഒരു ക്യാമ്പസിന്റെ സ്ഥലത്താണ് ഇരിക്കുന്നത്. ബസ്സിന്റെ ശല്യമില്ല, സമരത്തിന്റെ ഇല്ല, ട്രാൻസ്പോർട്ടിന്റെ ഇല്ല, പൊല്യൂഷൻ ഇല്ല. എത്ര മനോഹരമായ സ്ഥലത്താണ് ഈ ക്യാമ്പസ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 മക്കളെയും ഇവിടെ ചേർത്തത്. ഇവിടെ ഇന്നിപ്പോൾ നല്ല സൗകര്യമുണ്ട്. വലിയ ബിൽഡിംഗ് വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് റോഡൊക്കെ വളരെ മനോഹരമായി. അന്ന് സൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും ഇത് മനോഹരമായ ഊട്ടി പോലുള്ള മനോഹരമായ ഒരു സ്ഥലത്താണ് ക്യാമ്പസ്. അതിനേക്കാൾ മനോഹരമായ ടീച്ചേഴ്സാണ്, മാനേജറാണ്, സിസ്റ്റർമാരെല്ലാവരും വളരെ മനോഹരവും വളരെ എന്താണ് പറയുക, വളരെ സൗന്ദര്യമുള്ളവരാണെന്നല്ലേ, സുന്ദരന്മാരും സുന്ദരികളുമാണ്. ഞാൻ വേറെ അർത്ഥത്തിൽ പറഞ്ഞത്. എന്തായാലും കുട്ടികളെല്ലാം പഠിക്കുന്നു. നിങ്ങൾ നല്ല മാർക്ക് വാങ്ങി പാസ്സാകുക. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പ്രകൃതിയെ കൂടി ഒന്ന് കയ്യിൽ വെച്ചോടുക. സൂര്യനെ നമുക്കെങ്ങനെ സൗരോർജം സംരക്ഷിക്കാം, ഈ പ്രകാശത്തെ നമുക്കെങ്ങനെ സംരക്ഷിച്ചെടുക്കാം. ഞാൻ പറഞ്ഞത് 1 മില്ലിമീറ്റർ മണ്ണ് പോലും മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റില്ല. മഴ മനുഷ്യന് സൃഷ്ടിക്കാനാവില്ല. ജീവജാലങ്ങൾക്ക് മാത്രമേ, സസ്യങ്ങൾക്ക് മാത്രമേ ആഹാരം ഉണ്ടാക്കാൻ കഴിയൂ. നമുക്ക് എടുത്തു കഴിക്കാനേ കഴിയൂ. നമുക്ക് ചെടി നടാനേ കഴിയൂ. അതിലൊരു ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിൽ ആ ചെടി വിചാരിക്കണം. അതിൽ ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി നടക്കണം. അതിൽ പ്രകാശ സംശ്ലേഷണം നടക്കണം. അതുപോലെ തന്നെ നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് എടുക്കുന്ന മരമേ, മരമേ. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ 16 ബുക്സ് എഴുതി ഇവിടെ അനൗൺസ് ചെയ്തല്ലോ. അപ്പോൾ പിന്നെ ഹരിത സാഹോദരി എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. 16-ൽ ഒരെണ്ണം അതാണ്. അതിൽ ഒരു സെന്റൻസ് ഇതാണ്: ഹേ മരമേ, ഞങ്ങൾ വിടുന്ന കാർബൺ ഡയോക്സൈഡ് നീ എടുക്കുന്നു, നിങ്ങൾ വിടുന്ന ഓക്സിജൻ ഞങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഞങ്ങളും നിങ്ങളും ഒരു അമ്മയുടെ മക്കളാണ്, ഭൂമിയുടെ മക്കളാണ്. വി ആർ ബ്രദർഹുഡാണ്, സാഹോദര്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹോദര്യം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഭൂമിയാകുന്ന അമ്മയെ ഒരുപാട് തറക്കരുത്. അമ്മയ്ക്ക് പാല് തരാൻ കഴിയില്ല. അമ്മ തളർന്നു പോകും. അമ്മയെ തളർത്തരുത്. അമ്മയ്ക്ക് പിന്നെ നമ്മളെ രക്ഷിക്കാനാവില്ല എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായി കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ വരുന്നതിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, നേരത്തെ ഇതായിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്ടർ പോസ്റ്റിൽ ഇരുന്ന ആളാണ്. അത് ബേസിക്കലി ഒരു സയൻറ്റിസ്റ്റാണ്. പല സ്ഥാപനങ്ങളിലും സയൻറ്റിസ്റ്റായി ജോലി ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുട്ടികളായതുകൊണ്ട് ഒരു കാര്യം പറയുന്നു, ടീച്ചേഴ്സിനോടല്ല. നിങ്ങൾ പഠിക്കുക, പരമാവധി ഡിഗ്രികൾ എടുക്കുക. നിങ്ങളുടെ പേരൊക്കെ ആരോടെങ്കിലും പറയുമ്പോൾ, കാർഡൊക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാവിയിൽ പറയുമ്പോൾ, എന്ത് ജോലി കിട്ടിയെന്ന് പറഞ്ഞാലും പരമാവധി ഡിഗ്രികളൊക്കെ എടുക്കണം. ഞാൻ കുട്ടികളായതുകൊണ്ട് പറയുന്നു. എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എൻ്റെ ഡിഗ്രികൾ പറഞ്ഞില്ല. അതിലെനിക്ക് സങ്കടമുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഡിഗ്രികൾ എടുത്തത്. ഒരുപാട് ഉറക്കമൊഴിഞ്ഞാണ് ഡിഗ്രികൾ എടുത്തത്. അപ്പോൾ അത് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഏതെങ്കിലും ഒരു കുട്ടിക്ക് എത്ര ഡിഗ്രി എനിക്കുണ്ടെന്ന് എണ്ണം പറഞ്ഞാൽ ആ കുട്ടിക്ക് എൻ്റെ വക ഒരു പുസ്തകം ഗിഫ്റ്റായി തന്നെ. മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതല്ല, എൻ്റെ എണ്ണം പറയാനല്ല. കാര്യം ഞാൻ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് അറിയാൻ പറ്റും. ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളാണ്, അതറിയാൻ പറ്റും. ഒരാൾക്ക് പറയാമോ? എത്ര? 5 4 സോറി സേ 3 5 4. അപ്പം നിങ്ങൾ പറയണ്ട, പുസ്തകം ഞാൻ എടുത്തോളാം. യെസ്, ഞാൻ പരിസ്ഥിതി പ്രഭാഷണം ഇവിടെ നിർത്തുകയാണ്. സംഭാഷണം 8ാം ക്ലാസ്സിൽ വെച്ച്, ഇതൊന്ന് മോൾക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, എന്നാലും അവിടെ ഇരിക്കാൻ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കരുത്. 8ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. 10ാം ക്ലാസ്സിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു. പ്രീ ഡിഗ്രിക്ക് വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അസുഖങ്ങളൊക്കെയാണ്, പ്രശ്നങ്ങൾ വന്നു. മരിക്കാൻ തീരുമാനിച്ചു, നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായ ഒരു ബാല്യമായിരുന്നു ഞങ്ങളെപ്പോലുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ അമ്മയുടെ ആ ഉപദേശമെല്ലാം കേട്ട്, പ്രദേശമൊക്കെ പറയണ കേട്ടുകൊണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ യൂണിവേഴ്സിറ്റി MSc റാങ്ക് ഹോൾഡറാണ്. അത് കഴിഞ്ഞ് ഞാൻ B.Ed പാസ്സായി. ഞാൻ സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ 10,000 കണക്കിന് കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്.
എല്ലാ വർഷവും നല്ല പാഠം മനോരമയുടെ നല്ല പാഠത്തിൻ്റെ ഭാഗമായി സീഡിൻ്റെ ഭാഗമായി നിരവധി സ്കൂളുകളുടെ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഞാനാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്കൂൾ കുട്ടികളുമായി പിന്നെ ഞാൻ പാലൽ കോളേജ് അധ്യാപകനായിരുന്നു. B.Ed കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ 2 ഡിഗ്രിയായി. LLB കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ 3 ഡിഗ്രിയായി. MBA കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ 4 അപ്പം പറഞ്ഞാൽ തീർന്നു നിങ്ങൾ. MSW കഴിഞ്ഞിട്ടുണ്ട്, ജേർണലിസം കഴിഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് PhD ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എല്ലാവരും കൂടെ മേളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പഠിത്തം നിർത്തിയതാണ്. പക്ഷേ വീണ്ടും ഉടനെ തന്നെ അടുത്ത ഡിഗ്രി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ പഠിക്കുക. അറിവാണ് ഈ ലോകത്തെ നയിക്കുന്നത്. അറിവ് മാത്രമാണ്. നോളജ് ഈസ് പവർ. അതുകൊണ്ട് തന്നെ അത് ആ ഭാഗം പറയാനാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ക്ലാരിറ്റി പറയാനല്ല, അല്ലെങ്കിൽ എൻ്റെ ബയോഡേറ്റ പറയാനല്ല. അപ്പോൾ കൃത്യമായി നിങ്ങൾ പഠിക്കുക, നന്നായി എഴുതുക, നിങ്ങൾ പ്രസംഗിക്കുക, ക്ലാസ് എടുക്കുക, പ്രഭാഷണത്തിൽ പോവുക. നിങ്ങളുടെ ഒരു പഞ്ച് ഈ ഭൂമിയിൽ വച്ചിട്ട് പോവുക. ഞാൻ വന്നത് എന്തെങ്കിലും ക്രിയേറ്റീവായി ഈ ഭൂമിയിൽ ചെയ്യാനാണ്, അത് ഞാൻ ചെയ്തിട്ടേ പോകൂ എന്ന് നിങ്ങൾ നിശ്ചയദാർഢ്യത്തോട് നിന്നാൽ നിങ്ങളെ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ 2 ലേഖനം ഇന്ന് എൻ്റെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും അത് വായിക്കുന്നത്. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട്. അതുപോലെ ഞാൻ ഇവിടെ വർത്തമാനം പറയുന്നു. നിങ്ങളെപ്പറ്റി കേട്ടിട്ട് നാളെ കുറച്ച് വെള്ളം കുറച്ച് ഉപയോഗിച്ചാൽ, ഒരു വൈദ്യുതി ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ, ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ, വീട്ടിൽ അച്ഛൻ സ്കൂട്ടറും കാറും എല്ലാം കൂടെ എടുക്കുമ്പോൾ അത് വേണ്ട, നമുക്ക് ഇതെടുത്താൽ മതി എന്ന് പറയുന്ന, എല്ലാ കാര്യങ്ങളും ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന കുറച്ച് പേരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടായാൽ മനോഹരമായിരിക്കും. 1974 മുതലാണ് ഈ എൻവയോൺമെൻറ്റ് ഡേ ആചരിച്ചു തുടങ്ങിയത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ക്ലൈമാറ്റ് ആക്ഷനാണ്. ക്ലൈമാറ്റിൻ്റെ മൈക്രോ ക്ലൈമാറ്റ്, മാക്രോ ക്ലൈമാറ്റ് ഒക്കെ ഉണ്ട്. ഈ ക്ലൈമാറ്റ് ആക്ഷനിൽ നമുക്കും പാർട്ടാവാം. അതൊരു ക്ലൈമാറ്റ് ഡിസാസ്റ്റർ ആകാതിരിക്കട്ടെ. കൃത്യമായി സ്കൂൾ കുട്ടികളോട് എനിക്ക് മനോഹരമായി പറയാനുള്ളത്, നിങ്ങളാണ് നാളെയുടെ ഇന്ത്യയുടെ സിറ്റിസൺ, ഈ യൂണിവേഴ്സിറ്റി സിറ്റിസൺ നിങ്ങളാണ്. ഈ മദർ എർത്തിനെ, ഈ യൂണിവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കഴിയുന്നത്, ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, ഞങ്ങൾക്ക് കിട്ടിയ നോളജ്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പെർട്ടൈസ് ഞങ്ങൾക്ക് പകർന്നു തരാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി അംബാസഡർമാരായി ഇത് മാറാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ക്ലൈമറ്റ് അംബാസഡർമാരായി മാറട്ടെ, ഗ്രീൻ അംബാസഡർമാരായി മാറട്ടെ. അതിനുവേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്യുക. അതിലേക്ക് നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇത് മനോഹരമായി പരിപാടി വളരെ ഷോർട്ട് നോട്ടീസിലാണ് എന്നെ വിളിച്ചത്. എന്നിട്ടും സെൻറ്റ് സാന്തൽ വേറെ സ്കൂളായിരുന്നു, ഞാൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു. ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ടല്ല, ഇന്നത്തെ തിരക്ക് കൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ PTA പ്രസിഡൻ്റായിരുന്ന സ്കൂള്, എൻ്റെ മക്കൾ പഠിച്ച സ്കൂള്, എനിക്ക് നല്ല ബന്ധമുള്ള സ്കൂളായതുകൊണ്ട് തീർച്ചയായും അത് ഇപ്പോൾ വിളിച്ചു, എങ്ങനെ വിളിച്ചു, അതൊന്നും ഒരു വിഷയമല്ല. കാരണം എൻ്റെ തിരക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രശ്നമില്ല, സാധാ ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇന്നൊരു തിരക്കുള്ള ദിവസം ഇനിയും 2 പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് കാര്യങ്ങൾ. പിന്നെ 2 ഡിജിറ്റൽ ചാനലിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സുഭാഷിത, ഒന്ന് ഗ്ലോബൽ മലയാളി ന്യൂസ്. അതിൻ്റെ അംബാസഡറാണ് ഇവിടെ വന്നിരിക്കുന്ന ശ്രീ വിവേക്, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്ന ആളാണ്. നിങ്ങൾ ആ ചാനൽ കാണണം. ഈ കാര്യം ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ മനോഹരമായി കൂടുതൽ നോളജ് അക്വയർ ചെയ്യുക. നമുക്ക് നല്ല മനുഷ്യരാകാം, നല്ല കുട്ടികളാകാം, ഭാവിയിൽ നല്ല പൗരന്മാരാകാം. എന്തെങ്കിലും മരണം വരെ സമൂഹത്തോട് സംവേദനം ചെയ്യണം. നിങ്ങളുടെ അറിവ്, നേടിയ അറിവ് അവസാന ശ്വാസം വരെ നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുത്തിട്ട് പോകണം. ഒരറിവും കൊടുത്തില്ലാതെ 2 കൈയിൽ ഫ്രീ ആയിട്ട് വേണം, ഫ്രീ ആയ മൈൻഡോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് പോകാൻ. പരമാവധി നോളജ് അക്വയർ ചെയ്യുക, നോളജ് ഷെയർ ചെയ്യുക എല്ലാവർക്കും. കാരണം 10,000ങ്ങളാണ് നോളജിന് കിട്ടിയാൽ അതിൽ മാറ്റമുണ്ടാകുന്ന 10,000ങ്ങൾ ഈ ഭൂമിയിലുണ്ട്, കോടികളുണ്ട്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. ഈ പരിപാടി നടത്താൻ എന്നെ വിളിച്ചതിനുള്ള നന്ദി, സ്നേഹം, കടപ്പാട്, ആദരവ്, ആനന്ദം എല്ലാം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിങ്ങളുടെ ഈ വർഷത്തെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേഷൻസ്, ലോക പരിസ്ഥിതി ദിന ആചരണ പരിപാടികൾ ഇന്നിവിടെ ഒരു മരം വെച്ചിട്ട്, ഒരു തൈ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾ കഴിയുമ്പോൾ ഈ തൈ പറയും, ഈ കഥകൾ പറയും. അതിനും കഥ പറയാനുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി, നിങ്ങളെല്ലാവരുടെ സ്നേഹാദരവും പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്നേഹാദരവും തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.